എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന പല സ്റ്റാർട്ടപ്പുകളും വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്? കണക്കുകൾ പറയുന്നത് പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ അതിനകത്ത് 90% കമ്പനികളും പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ ബിസിനസ്സുകൾ പൊട്ടിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങളിൽ 4 എണ്ണമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. പലപ്പോഴും പല സ്റ്റാർട്ടപ്പ് ഓണേഴ്സിൻ്റെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല ഐഡിയ ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും, സർവീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. പക്ഷേ ആ ബിസിനസ്സിലെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഫണ്ട് ഇടേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് ഫണ്ട് ഇടാൻ ആവശ്യമായുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ഉണ്ടാവില്ല. എനിക്കറിയാം 1-2 സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ ഫണ്ട് കിട്ടി, ഫണ്ടും വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്രോപ്പർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം വന്ന ഫണ്ടിനെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആ ബിസിനസ് പരാജയപ്പെട്ടു. ഇപ്പോൾ എക്സ്റ്റേണൽ ഇൻവെസ്റ്റർ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പ്രതീക്ഷിക്കുന്നൊരു സംഭവം അയാളുടെ ഫണ്ടിനെ ഇരട്ടിയാക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമായ ലാഭത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമാവും. സ്വാഭാവികമായിട്ടും ബിസിനസ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് ഇംപ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഇംപ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ്. സോ നിങ്ങളുടെ അടുത്ത് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജർ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ബജറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള അലോക്കേഷൻ പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ പരാജയത്തെ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ പറ്റും. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ സിങ്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്, നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, നല്ലൊരു സർവീസ് ഉണ്ട്, നിങ്ങളത് ഭയങ്കര സംഭവമാണെന്ന് തന്നെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അടിപൊളി സാധനമാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് വിജയിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് വളരെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലമാണിതെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമ്പോഴാണ്. ഇവിടെ 2 പ്രശ്നങ്ങളാണ് പല ബിസിനസ്സുകാർക്കും സംഭവിക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്യും ഇത് അവരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനകത്ത് ഈ പ്രശ്നമുണ്ട്, നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സർവീസാണ്, വലിയൊരു സൊല്യൂഷനാണ് കൊടുക്കാൻ പോകുന്നത്. ആക്ച്വലി അവരങ്ങനെ ഒരു പെയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. പലർക്കും പല സ്റ്റാർട്ടപ്പുകൾക്കും സംഭവിക്കുന്ന ഒരു പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അസ്യൂം ചെയ്യുന്ന പ്രോബ്ലം പലപ്പോഴും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുന്നതും മാർക്കറ്റ് നീഡ് അനലൈസ് ചെയ്യുന്നതിലും പരാജയപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സൊല്യൂഷനാണ് ഉള്ളത്, ആ പ്രോബ്ലം എക്സിസ്റ്റിംഗ് ആണ് താനും, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സൊല്യൂഷൻ എക്സാക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ പെയിനിനെ നമുക്ക് കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് അതിലൂടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. പ്രോപ്പറായിട്ടുള്ള അവയർനെസ്സോ മാർക്കറ്റിങ്ങോ കറക്റ്റായിട്ട് നടക്കില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര നല്ല സർവീസ് ഉണ്ടായിട്ടും കാര്യമില്ല, കസ്റ്റമർ വരില്ല, സെയിൽ കിട്ടില്ല, എൻക്വയറി വരില്ല. സോ ഇതാണ് രണ്ടാമത്തെ റീസൺ, പ്രോപ്പറായിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിൻ്റെയോ റിക്വയർമെൻറ്റിനെ സിങ്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ആൻഡ് നമ്പർ 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇംപ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലപ്പോഴും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലുകൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. നല്ല ഫണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കസ്റ്റമർക്ക് പെയിൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, നല്ല ഇന്നോവേഷൻ സാധനമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരിക്കൽ വന്ന ഒരാൾക്ക് അവിടേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ടീമിനകത്തൊരു എഫിഷ്യൻറ്റ് കസ്റ്റമർ സർവീസിനെ ബിൽഡ് ചെയ്യാനുള്ളൊരു മെക്കാനിസം നിങ്ങൾക്കില്ലെങ്കിൽ, ഒരിക്കൽ വന്ന കസ്റ്റമർ വീണ്ടും വരില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ വന്ന കസ്റ്റമർ വരാനിരിക്കുന്നവരെ മുടക്കാനും കഴിയും. കാരണം അയാളുടെ എക്സ്പീരിയൻസിലൂടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീലിംഗ് അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ആളോ ഭാവിയിൽ കസ്റ്റമർ ആവാനുള്ള ആൾ പോലും അതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം, കസ്റ്റമർ സർവീസ് പ്രോസസ്സ് ഉണ്ടായിരിക്കണം. കസ്റ്റമർക്ക് ഓരോ ടച്ച് പോയിന്റിലും എക്സ്ട്രാ ഓർഡിനറി ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് നമ്പർ 4, ഇത് 4th റീസണാണ് പല സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടാനുള്ള 4th റീസൺ. അത് മറ്റൊന്നുമല്ല, ഫോക്കസ് ഇല്ലായ്മയാണ്. ഒരു ബിസിനസ് തുടങ്ങുന്നത് വരെ ഭയങ്കര ഓട്ടമായിരിക്കും, ബിസിനസ്സിൻ്റെ പുറകിൽ അതിനുവേണ്ടി ഓടുന്നു, കഷ്ടപ്പെടുന്നു. ബിസിനസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഫോക്കസ് നഷ്ടപ്പെടും, ത്രില്ല് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നതല്ല ഒരു ഓൺട്രപ്രണറുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. തുടങ്ങാൻ ഒരു പക്ഷേ പലർക്കും പറ്റും, തുടങ്ങിയ ബിസിനസ്സിനെ
കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. കൃത്യമായി മൈൽ സ്റ്റോണുകൾ സെറ്റ് ചെയ്യണം. ആദ്യത്തെ 3 വർഷം, പിന്നെയുള്ള 3 വർഷം, പിന്നെയുള്ള 3 വർഷം, ഇങ്ങനെ ഓരോ സ്റ്റേജിലും നിങ്ങൾ ബിസിനസ്സിൽ എവിടെ എത്തിക്കണം എന്നുള്ളത് മൈൽ സ്റ്റോൺ ഇട്ട് അതിനനുസരിച്ച് ടാർഗറ്റ് സെറ്റ് ചെയ്ത് ടീമിനെ ബിൽഡ് ചെയ്ത് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് അതിൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബിസിനസ്സിന് നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് എത്തുന്നത്. പല സ്റ്റാർട്ടപ്പ് ഓണേഴ്സും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ഫോക്കസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇതൊന്ന് ചെറിയ രീതിയിൽ ക്ലിക്കായി എന്ന് തോന്നുമ്പോഴേക്കും ഫണ്ട് എടുത്തിട്ട് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ പുറകെ പോകും. നോ മൈഡിയസ്. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കി കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞൊന്ന് നടക്കാനാകുമ്പോഴേക്കും കുഞ്ഞിൽ നിന്ന് നമ്മൾ ശ്രദ്ധ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സും. ഒരു ബിസിനസ്സിനൊരു ഒരു ടെക്നീഷ്യൻ സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡോളസെൻറ്റ് സ്റ്റേജ് ഉണ്ട്. ആ ഓരോ സ്റ്റേജിലും കൊടുക്കേണ്ടതായിട്ടുള്ള പരിഗണനയും ഫോക്കസും അതിനകത്തേക്കുള്ള റീഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം സമയാസമയങ്ങളിൽ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ബിസിനസ്സിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ 4 reasons ടു ഫെയിൽ യുവർ ബിസിനസ് ഓർ സ്റ്റാർട്ടപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ റീസൺ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റും അവരുടെ റിക്വയർമെൻറ്റിനെയും തമ്മിൽ പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റാത്തതാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസാണ് നാലാമത്തെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഓഫ് കോഴ്സ് നമുക്കെല്ലാവരും അറിയുന്ന പോലെ ഓൺട്രപ്രണറുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നതാണ്. സോ ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. ഈ പ്രോബ്ലത്തിനെല്ലാം ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷനും ഉണ്ട്. ഞങ്ങൾ കോച്ചിങ്ങിലൂടെ, കൺസൾട്ടിങ്ങിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ 10 ഇരട്ടി ഗ്രോ ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ സെയിൽസ് ടീമിന് പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി 100 ഇരട്ടി ഗ്രോ ചെയ്ത് വളരാൻ ഞങ്ങൾ സഹായിക്കും. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. സോ ചാണക്യ ബിസിനസ് ക്ലബ്ബ് എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രീമിയം ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം ഈ വരുന്ന ജനുവരി 1 തുടങ്ങിയാണ് ഡിസംബർ 31 വരെ. നിങ്ങൾക്ക് ഒരു വലിയൊരു ബിസിനസ് വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന ഡെയിലി ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഭാഗമാകാം. പിന്നെ ഒരു കാര്യം, 5 കോടിയുടെ മുകളിൽ ടേൺ ഓവറുള്ള പ്രോഡക്റ്റും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്കും, സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ മേളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ചാണക്യ ബിസിനസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിങ് അവൈലബിൾ ആകുന്നത്. അതിൻ്റെ താഴെ ബിസിനസ് തുടങ്ങാനിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ 5 കോടിയുടെ താഴെയാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് അടുത്ത 2-3 വർഷം കൊണ്ട് 50 കോടിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമാണ് ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. സോ ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ കോച്ചിങ്ങിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കോച്ചിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ, ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.